എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കാറ്ററിംഗ് സ്പെഷ്യൽ അയല മീൻ പാലിട്ട കറിയാണ്. വളരെ എളുപ്പമാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ കഴിക്കാനും നല്ല സ്വാദാണ്. ആദ്യമായിട്ട് കറി തയ്യാറാക്കി എടുക്കുന്നവർക്ക് വരെ ഈസി ആയിട്ട് പാചകം ചെയ്തെടുക്കാനും സാധിക്കും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് നല്ലൊരു അയല തേങ്ങ പാൽക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേ. ഇന്നത്തെ അയല മീൻ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 4 അയലയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. ഇനി നമുക്ക് ഈ മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കണം. അതിനുശേഷം ഇലക്കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 20 കൊച്ചുള്ളി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമ്മുടെ കറിയുടെ അരപ്പ് തയ്യാറാക്കി എടുക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവില് മല്ലിപ്പൊടി, 2 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് ഉലുവപ്പൊടി കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല വെട്ടി തിളക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാല ഒന്ന് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടിയൊക്കെ നല്ല പോലെ വേകുകയും ആ ഒരു പച്ച കുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മസാലകളൊന്ന് തിളച്ച വെള്ളത്തിലൊന്ന് കുഴച്ച് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ മസാലകൾ ഞാനിവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് മീൻകറിക്ക് ആവശ്യമായ പുളിക്കായിട്ട് ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ നല്ല പുളിപ്പുള്ള മാങ്ങയാണ്, കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുവാണ്. കൂടെ തന്നെ അരമുറി നാളികേരം തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് 1 ലിറ്റർ പാല് നമുക്ക് പിഴിഞ്ഞു വെക്കണം. അത് 1-ാം പാല് 2-ാം പാല് അങ്ങനെ ഒന്നും മാറ്റേണ്ട, എല്ലാം കൂടി ചേർത്ത് ഒറ്റ പാല് തന്നെ മതിയാകും. ഇത്രയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി തയ്യാറാക്കി എടുക്കാനുള്ള ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് ചട്ടി ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി നല്ലോണം തന്നെ മുരിവായി വരട്ടെ. ഇഞ്ചി നല്ലോണം മുരിഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പിലയും ഉള്ളിയും ചേർത്ത് വഴറ്റാം. ഇനി ഉള്ളി നല്ല പോലെ ഒന്ന് മുരിവായി വരട്ടെ, അതുവരെയും നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് മുരിവായി വന്നിട്ടുണ്ട്. നമ്മുടെ കാറ്ററിംഗിൽ മീൻകറിക്കൊക്കെ ഓർഡർ വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു പാചക രീതിയാണിത്. ഉള്ളി ഇപ്പോൾ നല്ലതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു നുള്ളു കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഒന്നും കൂടെ വഴറ്റാം. ഇനി ഫ്ലെയിം ഒന്നും കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരപ്പ് കൂടെ ചേർക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി വഴറ്റാം. ഈ സമയത്ത് കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കാം. വീണ്ടും നല്ലോണം വഴറ്റാം. അരപ്പിലെ വെള്ളമയൊക്കെ വറ്റി ഇതുപോലെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കറിയിലേക്ക് ചേർക്കാം. പച്ചമുളകും ചേർത്ത് ഒന്നുകൂടെ വഴറ്റാം. മസാലകളൊക്കെ ഇതുപോലെ ഒന്ന് കട്ടിയായി വന്നിട്ടുള്ള ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള നാളികേരപ്പാല് കുറച്ചൊഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നാളികേര പാലും ചേർന്ന് ഒന്നുകൂടെ വെള്ളം വറ്റി വരണം. നാളികേര പാൽ ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ കറിയിൽ നിന്നും എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളും കൂടെ ചേർക്കാം. ഇനി മാങ്ങയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മാങ്ങയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള നാളികേര പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കറിയിലേക്ക് പുളി ഇറങ്ങി കിട്ടും. നിങ്ങൾക്ക് മാങ്ങയ്ക്ക് പകരമായിട്ട് കുടംപുളിയും എടുക്കാവുന്നതാണ്. ഈ കറി തിളക്കുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് പിരിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ കറി നല്ലോണം തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ലോണം തിളച്ചു വരുമ്പോഴേക്കും പിന്നെ ചെറിയ തീയിലേക്ക് മാറ്റി ഒരു 5 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം. മീൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് വീണ്ടും മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ലോണം തന്നെ തിളക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടി ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് ഒരു 5 മിനിറ്റ് നേരം മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മീൻകറിയാണ്. ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുക. അങ്ങനെ 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ച കറി ഒന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കറി നല്ല രീതിയിൽ എണ്ണയെല്ലാം തെളിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കറിയുടെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ അയല മീൻ കറിയുടെ റെഡിയാണ്. ഇതുവരെ ഇതുപോലൊരു കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.